ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് നല്ല ഒരു ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലായിരുന്നോ? അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ചു പോന്ന നല്ലൊരു ചിക്കൻ്റെ പ്രിപ്പറേഷനും കാണിക്കാമെന്ന്. അതും ചൈനീസ് ഫ്ലേവർ തന്നെയാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് സേവി ചീഫ് കുക്കും ഞാൻ അസിസ്റ്റൻറ്റുമാണേ. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കുന്നു അല്ലേ? നമുക്കിനിയും ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ട് എടുത്തു തുടങ്ങാമേ. ആ ബോളിൽ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസാണ്. ഇനിയും അതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഹണി. പിന്നെ അതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ വിനീഗറുമാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആ ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിക്കുന്ന രീതിയിൽ. ഇതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയ ആ ചിക്കനിലേക്ക് വെള്ളം തുറന്നു കഴിയുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2-3 വലിയ അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് നമുക്ക് പ്രത്യേകം കുക്ക് ചെയ്ത് മാറ്റേണ്ടതാണ്. അത് ഒരുപാടങ്ങ് ഓവർ കുക്ക്ഡ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചിക്കന് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അങ്ങ് റബ്ബർ പോലെയായിപ്പോൾ. അതുകൊണ്ട് ആ ജ്യൂസി ആയിട്ടിരിക്കുമ്പോഴാണ് ആ ചിക്കൻ ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെയാണ്. എടുത്തു വെച്ചിരിക്കുന്നത് 2 വലിയ ഉള്ളി ഇച്ചിരി വലുതായിട്ട് മുറിച്ചിരിക്കുന്നതും 2 കുടം വെളുത്തുള്ളി അല്ലിയും 2 ഇഞ്ചിൻ്റെ നല്ല ഒരു കഷ്ണം ഇഞ്ചിയും വളരെ പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 പച്ചമുളക് നടുവേ കീറിയത്, 2 കാശ്മീരി ചില്ലി അതിനകത്തെ അരിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1.5 ക്യാപ്സിക്കം. അത് പല കളറുകൾ കയ്യിലുള്ളത് കൊണ്ട് പല കളറായിട്ട് അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ, കാണാനും കൂടി ഒരു ഭംഗിക്ക്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് സെലറി. ഇതിപ്പോൾ നമ്മുടെ 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ അങ്ങ് കുക്ക് ചെയ്യാം. നല്ല തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്ക് ആ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും കുറച്ച് നേരം കുക്ക് ചെയ്യുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാ പീസസും ഒരുപോലെ നമുക്ക് ഒരേ സമയത്ത് വെന്ത് കിട്ടും. പിന്നെ എന്നും അവസാനം പറയുന്ന കാര്യം, ഇന്നൊരിച്ചിരി നേരത്തെ ആക്കിയേക്കാം എന്നോർത്തു. കാരണം അവസാനം വരെ എല്ലാവരും കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, പുതിയ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പികളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൊണ്ട് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ. പിന്നെ വേറെ ഒരു വിശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കഴിയുന്നതും പെട്ടെന്ന് റെസിപ്പികൾ പറഞ്ഞ് നിങ്ങളുടെ കഴിയുന്നതും കുറച്ച് സമയം അപഹരിക്കാനാണ് നോക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ കുറച്ച് എക്സ്ട്രാ സമയം എൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ ഒക്ടോബർ അവസാനമാണ് തുടങ്ങിയത്, 31-ാം തീയതി. അപ്പോൾ ഈ ഫെബ്രുവരി അവസാനമായപ്പോഴത്തേക്കും ശരിക്കും 4 മാസമേ ആയിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട് ചാനലുകളുള്ളപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്കൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. കറക്റ്റ് 3 മാസമായപ്പോൾ എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് നേരത്തെ തന്നെയായി. 4000 വാച്ച് അവറും ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോഴാണ് മോണിറ്റൈസ്ഡ് ആവുന്നത്. എനിക്ക് മോണിറ്റൈസ്ഡ് ആവുക എന്നുള്ളതിനേക്കാൾ വലുത് എൻ്റെ വലിയ ഒരു സ്വപ്നമാണ് യൂട്യൂബിൻ്റെ ഒരു സിൽവർ പ്ലേ ബട്ടൺ. എൻ്റെ സ്വപ്നം അതാണ്. അത് വലിയൊരു സ്വപ്നം തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം അതിന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ആവേണ്ടത്. പക്ഷേ ഇതുപോലെ നിങ്ങളുടെ സഹകരണം ഇനിയുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ എന്തായാലും ഏറ്റവും സിൻസിയറായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. ഇപ്പോൾ കുറച്ച് വലിയൊരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ആ ഇഞ്ചി വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് ആദ്യം ഇടേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേണം അതിലോട്ടിടാൻ. ഇത് ഒരുപാട് അങ്ങ് വഴന്നു പോകുകയൊന്നും വേണ്ട. ചൈനീസ് വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാലോ, അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞു ഇപ്പോൾ ഒരു 4 പച്ചമുളക് നടുവേ മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് നീളമുണ്ടായിരുന്ന പച്ചമുളക് ആ നീളമൊന്ന് കുറയ്ക്കാനായിട്ട് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലുള്ളതുപോലെ തോന്നിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ളത്. പിന്നെ 2 ഇഞ്ചിൻ്റെ നല്ല ഒരു കഷ്ണം ഇഞ്ചിയുമാണ് നമ്മൾ ആദ്യം കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞിട്ടത്.
ഇപ്പോൾ ചേർത്തത് 2 കാശ്മീരി ഡ്രൈ ചില്ലിയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് 2 മീഡിയം സൈസ്ഡ് സവോളയുള്ളി, കുറച്ച് വലുതായിട്ട് മുറിച്ചത്. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ സൈസ് കണ്ടല്ലോ, കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇതേ വലിപ്പത്തിൽ തന്നെയാണ് നമ്മളുടെ ക്യാപ്സിക്കം മുറിച്ചിരിക്കുന്നത്. ക്യാപ്സിക്കം ഞാനിവിടെ 2-3 കളർ ഇരിക്കുന്നത് കൊണ്ട് 3 കളറായിട്ട് അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കയ്യിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് ഏതാണോ, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീന്, റെഡ് ആണെങ്കിൽ റെഡ്, അപ്പോൾ ഏതെങ്കിലും ഒരു കളർ എടുത്താലും മതി. ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ കൂടെ ഭംഗിയാണെന്നുള്ളതേ ഉള്ളൂ. വഴറ്റാനായിട്ട് ഈ പാനിലോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ ഉള്ളിയിലെ വലിയ വലിയ കട്ടയായിട്ട് കിടക്കുന്നത് ഒന്ന് കൈകൊണ്ടൊന്ന് ഉടയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനത് മറന്നു പോയത് കൊണ്ടാണ് അതിട്ട് കഴിഞ്ഞിട്ട് ആ സ്പാച്ചുല കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അകത്തോട്ടിരിക്കുന്ന ഉള്ളിയുടെ അല്ലികളൊക്കെ വഴലാനായിട്ട് താമസിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ആയിരിക്കണേ. ഇനിയും നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴന്നു കഴിഞ്ഞല്ലോ. ഇനിയും ക്യാപ്സിക്കവും ഇട്ട് ഇതുപോലൊന്ന് വഴലണം. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രിസ്പി ആ ഒരു സ്വഭാവം കളയരുത്. തീരെ അങ്ങ് വാടിപ്പോയ മട്ടിലാവരുത്. ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആവണം. പക്ഷേ എല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ക്രിസ്പി ആയിട്ടിരിക്കുകയും വേണം. ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കണക്ക് ഞാൻ പ്രത്യേകം പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഓരോരുത്തരും അവരവരുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോണേ. കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഉപ്പ് ഈ കഷ്ണങ്ങളിലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വഴറ്റാം. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. കുരുമുളക് പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടൊന്ന് വഴറ്റുക. ഇത് ചെറിയൊരു മധുരമുള്ള, നിങ്ങൾക്ക് ഹണി സ്വീറ്റ് ചില്ലി സോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ, പച്ചമുളകും ഒക്കെ ഉണ്ട്, വറ്റൽമുളക് കുരു കളഞ്ഞതാണ്, അതിൻ്റെയൊക്കെ ചെറിയൊരു എരിവാണ്. പിന്നെ എരിവിനുള്ളത് ഈ കുരുമുളക് പൊടിയാണ്. പക്ഷേ എന്നാലും മധുരമാണ് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടല്ലോ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ എക്സാക്റ്റ് അതുപോലെയല്ല. ഈ ഒരു ഡിഷ് ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഉണ്ടാക്കി കാണിക്കുന്നതെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം വഴറ്റി മാറ്റി ഇനി പരന്ന ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ വെന്തതുണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസസിൽ നിന്ന് വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ എണ്ണയിലോട്ട്, നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോഴായാലും ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വീണ്ടും ആ പീസസ് ഡ്രൈ ആവും. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം, അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ ഒരു നിറം വരുമ്പോഴത്തേക്ക് നിങ്ങളങ്ങ് നിർത്തി വെച്ചാൽ മതി. ഇപ്പം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്ത ആ ചിക്കൻ്റെ ഒരു സൈഡ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഇപ്പം ഷാലോ ഫ്രൈ ചെയ്യാനിട്ട് ആ എല്ലാ പീസ് ചിക്കനും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഈ ചിക്കനെല്ലാം നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്തു വെക്കണേ. കഴിയുന്നതും ആരും ന്യൂസ് പേപ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കഴിയുന്നതും ന്യൂസ് പേപ്പറിലോട്ടൊന്നും ഫ്രൈ ചെയ്തിടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ഈ ചിക്കനെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെളുത്ത എള്ളുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അതങ്ങ് നിർത്തിയാൽ മതി. അതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മേടിക്കാനൊന്നും പോകണ്ട. ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൂട്ടത്തില്ല, പക്ഷേ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയും ഫ്രൈ ചെയ്ത ഫുൾ ചിക്കന് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവാളയുള്ളി എല്ലാം കൂടെ, അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ചേർക്കുക. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയുള്ളി, ക്യാപ്സിക്കം അതെല്ലാം ഒരുപോലെ എല്ലായിടത്തും ആകത്തക്കവണ്ണം കുറച്ച് നേരം സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ചേർക്കേണ്ടത്, നമ്മൾ സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഒരു പാത്രത്തിൽ പലതരം സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വെള്ളം കളയരുത്, മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ചിക്കൻ വേവിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് കോൺഫ്ലവർ കലക്കി ഇതിലൊഴിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതങ്ങ് തീരെ ഡ്രൈ ആയിട്ടിരിക്കത്തല്ലേ ഉള്ളൂ. മറ്റേതും ഒരുപാടങ്ങ് ഗ്രേവി കാണത്തില്ല, പക്ഷേ ഒരു ഇച്ചിരി പേരണ്ട് വളരെ ചെറിയൊരു ഗ്രേവി ഉണ്ടാവും. അല്ല, നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോരാ, കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ചാറ് പോലെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഞാൻ ചിക്കൻ സ്റ്റോക്ക് എടുക്കുന്നത് 1 കപ്പാണ്.
ആ 1/2 കപ്പ് വെച്ചിട്ട് 2 പ്രാവശ്യം എടുക്കുന്നുണ്ട്. ആ 1 കപ്പിന് പകരം 1.5 കപ്പോ 2 കപ്പോ എടുക്കാം. അല്ല ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ വെന്ത വെള്ളം അത്ര ഇല്ലെങ്കിൽ ഉള്ളത്രയും ചിക്കൻ കുക്ക് ചെയ്ത വെള്ളം എടുത്തിട്ട് ബാക്കി നിങ്ങൾ തിളപ്പിച്ച വെള്ളം ചേർത്താൽ മതി. പച്ചവെള്ളം ചേർക്കരുതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ആ സോസ് ഒഴിച്ചു കൊടുത്തല്ലോ, അത് എല്ലാ പീസസിലും നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് ഒഴിച്ചു. കാരണം ഒരുപാട് വലിയൊരു ക്വാണ്ടിറ്റി വെള്ളത്തിൽ ഈ കോൺഫ്ലവർ ഇട്ട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും കലങ്ങത്തില്ല, അത് അവിടെ ഇവിടെയായിട്ട് കിടക്കും. അതിനേക്കാൾ നല്ലത് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമുക്ക് കട്ട ഉടയ്ക്കാൻ ഈസി ആയിരിക്കും. കട്ട എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാനും പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, 1/2 കപ്പിൻ്റെ അളവ് കപ്പാണ്, അതിന് 2 കപ്പാണ് എടുക്കുന്നത്. പിന്നെ ആദ്യം എടുത്ത ആ ഒരു 1/4 കപ്പ് വെള്ളവുമുണ്ട്. അപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺഫ്ലവർ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് കാര്യമില്ല, മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇടാം. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിക്കോളും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറുകി കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കുറുകുന്ന അത്രയും അങ്ങ് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ആവശ്യത്തിന് കുറുകിയെന്ന് തോന്നിക്കഴിയുമ്പോഴേക്കും ഇത് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഒട്ടും ഗ്രേവി കാണത്തില്ല, ഭയങ്കര കട്ടിയായി പോകും. അപ്പം ചെറുതായിട്ട് കുറുകി തുടങ്ങുമ്പോൾ തന്നെ നിർത്തിയാലേ ചൂടൊക്കെ പോയി കഴിയുമ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ള മിനുക്കുപണികളൊക്കെ ചെയ്യാം. കുറച്ച് സെലറി കുഞ്ഞായിട്ട് മുറിച്ചതും, അധികം സെലറി ഇല്ലായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാമായിരുന്നു. പിന്നെ നമ്മൾ ആ എള്ള് വറുത്തതുണ്ടല്ലോ, വെളുത്ത എള്ള് വറുത്തതും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മളുണ്ടാക്കിയ ആ ഒരു ചിക്കൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറും. കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. ചെറിയൊരു മധുരമുള്ള സൈഡ് ഡിഷുകൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നൂഡിൽസിൻ്റെ കൂടെയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്